പ്രിയപ്പെട്ടവരെ, നമുക്കിന്നൊരു മീൻ കറി വെക്കാവേ. അതിനായിട്ട് ആദ്യം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാവേ. എണ്ണ ചൂടായ നമുക്കൊരല്പം ഉലുവ ഇടാം. ഇനി അല്പം കടുക് ഇടാവേ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഉള്ളിയും കൂടെ നമുക്ക് ഒന്ന് വഴറ്റാവേ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാവേ. എല്ലാം നല്ലോണം റെഡിയായിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് നോക്കട്ടെ. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് കാശ്മീരി മുളകും ചെറുടമുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മുളകും മല്ലിയും ചേർക്കാതെ ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാതെ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഉപ്പും പുളിയേരിയൊക്കെ നോക്കാവേ. അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ എരിയും ഉപ്പും പുളിയെല്ലാം ഒന്ന് നോക്കാവേ. എല്ലാം കറക്റ്റാണ്. ഒരു മയ ഉപ്പും കൂടെ. ഇനി നമുക്ക് നമ്മുടെ ഒരല്പം ഉലുവാപ്പൊടി ചേർക്കാവേ. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണം പെറുക്കിയിടാം. ഇനി നമുക്ക് ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ.
നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സൂപ്പർ സ്റ്റാർ എങ്ങനെ ആയി എന്നൊന്ന് നോക്കട്ടെ. നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതുപോലെ കിളിമീൻ കിട്ടുമ്പോൾ നമുക്ക് കറി വെച്ച് നോക്കണേ. നമുക്കിനി ഇതിൻ്റെ ഉപ്പും പുളിയേരിയൊക്കെ നോക്കാതെ നല്ല ഉപ്പും ഉണ്ട്, പുളിയും ഉണ്ട്, എരിയും ഉണ്ട്, കറക്റ്റാണ് എല്ലാം. ഇനി ഒരു അല്പം കൂടെ ഒന്ന് ചെറിയ തീയിൽ വേവട്ടെ. നമ്മുടെ കിളിമീൻ മുളകിട്ട കറി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇവിടെ ആ കാശ്മീരി മുളകിൻ്റെ നല്ല നിറവും കിളിമീൻ മുളകിട്ടത് നമ്മുടെ കൊഴുത്ത ഗ്രേവി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.